ഇന്നൊരു ഹാപ്പി നോമ്പ് തുറ കേട്ടോ. നമ്മൾ ഷീയുടെ ഉമ്മച്ചിയുടെ വാപ്പിച്ചെടുത്ത് വന്ന കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിയോട് പറയും ഉമ്മച്ചി ചിരിച്ചേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി ഉമ്മച്ചി എവിടുന്നോ കുറേ പുളിയും സാധനങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചേക്കാൻ ഞങ്ങൾക്ക് പുളി ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എവിടുന്നോ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. പിന്നെ കുറേ മാങ്ങ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കൊക്കുതാ എവിടെ വെള്ളം എവിടെ മീനെന്നും പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇത് പൈനാപ്പിൾ തോട്ടം കേട്ടോ. അത്യാവശ്യം നല്ല പൈനാപ്പിൾ ഉള്ള ഒരു സമയം കൂടെ ആയിരുന്നു. ഇപ്പോൾ അവിടെ നല്ല ഹാർവെസ്റ്റിംഗ് നടക്കുന്ന ഒരു സമയമാണ്. ഇത് പൈങ്ങനെ പള്ളിയാണ്. ശരിക്കും നമ്മൾ ആ അടുക്കളപ്പുറകിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ ഭയങ്കര ഫീലാട്ടോ. അതുപോലെ തന്നെ പള്ളി, അമ്പലം, അതുപോലെ കുറേ ആരാധനാലയങ്ങളിൽ നമ്മൾ ശരിക്കും പോയി കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളാണ്. അത് ആൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ നന്ദിലത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു പരിധി വരെയുള്ള ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കുന്നത് നന്ദിലത്തിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ഞാനിങ്ങനെ പറഞ്ഞാൽ അവരോട് വീഡിയോ എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നിഷ്കളങ്കമായി പോസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞില്ല നടന്നെന്ന് പറയുകയാണ്. ഉമ്മച്ചിക്ക് നല്ല നാണം വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് തുറക്കാനൊക്കെ സമയമായി. നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കടി പുറത്തു നിന്നായിരുന്നു വാങ്ങിച്ചത്. ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം കഴിക്കാനായിട്ട് 10 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പ വേവിച്ചു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ദേശീയായും കുഞ്ഞണ്ണൻ നമസ്കരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കാഴ്ച. കാരണം സന്ധ്യ സമയത്ത് പൊതുവേ കുഞ്ഞണ്ണൻ കടയിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ മഗ്‌രിബ് അങ്ങനെ ഇവരൊരുമിച്ച് കിട്ടാറില്ല. അപ്പോൾ അത് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു 9 o'clock ഒക്കെ ആയപ്പം തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഹൈ റേഞ്ചും അതുപോലെ തന്നെ ഫുൾ വളവും തിരിവൊക്കെ ആയതുകൊണ്ട് ഒരു വണ്ടി എടുത്ത് ഓവർടേക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആട്ടോ. ലൈക്ക് ഒരു പോയിന്റ് ഓഫ് സ്ഥലങ്ങളിൽ മാത്രം. അപ്പം ഇതാ നമ്മൾ വീടെത്തി. ഇവിടെ എത്തുമ്പോൾ ഓക്കെ വീടെത്തി എന്നുള്ളൊരു ഫീൽ കേട്ടോ. ഇത് നമ്മുടെ മണിച്ചേട്ടൻ്റെ കടയാണ്. നമുക്ക് ഭക്ഷണമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ഭക്ഷണം തരുന്ന കടയാട്ടോ. സോ ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.